BJP-ക്കാർ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ്? എന്തിനാ BJP-ക്ക് വോട്ട് ചെയ്യുന്നത് സത്യത്തിൽ? കാരണം BJP-യും RSS-ഉം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വർഗീയത കേരളത്തിൽ CPM-ഉം പിണറായി വിജയനും സജി ചെറിയാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJP-ക്കാരൻ പോലും ഇത് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന് അറപ്പോട് കൂടി നിൽക്കുന്ന പ്രസ്താവനകളാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് CPM-ന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം എന്താ? AK ബാലൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് UDF വന്നാൽ. ആ പ്രസ്താവന എത്രമാത്രം നിരുത്തരവാദപരമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്നേ വരെ AK ബാലനെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല. AK ബാലൻ പിന്നീട് പറഞ്ഞത് മാറാടിനെ ഓർമ്മിപ്പിക്കുകയാണ്. മാറാട് ഓർക്കാൻ പാകത്തിനുള്ള എന്ത് സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്? എന്നിട്ടും AK ബാലൻ മാറാട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണ്? എങ്ങനെയും വർഗീയമായി ഈ നാടിനെ വേർതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പിണറായി വിജയൻ തന്നെയാണ് ദ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. മലപ്പുറത്തെ വേർതിരിച്ച് കാണിക്കാൻ ശ്രമിച്ചു. മലപ്പുറത്തുണ്ടാകുന്ന ക്രൈമുകൾ അത് ചില മതങ്ങളുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ പറയാത്തതാണ് ഹിന്ദു ദിനപത്രം കൊടുത്തത് എന്നുള്ളത്. ഞാൻ ഇന്നും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയെയും വെല്ലുവിളിക്കുന്നു. ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഹിന്ദു ദിനപത്രത്തിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ? വർഷം ഒന്ന് കഴിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ PR കമ്പനി എഴുതി കൊടുത്തത് ഇവരുടെ മനസ്സിലുള്ളതാണ്, ഇവർ പറഞ്ഞതിനനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഭൂരിപക്ഷ വർഗീയത എങ്ങനെ കേരളത്തിൽ നടത്താമെന്ന് RSS-നേക്കാൾ തീവ്രമായി ശ്രമിക്കുന്ന പാർട്ടിയായി കേരളത്തിലെ CPM മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ തന്നെ LK അദ്വാനി പണ്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നില്ല എന്ന്. LK അദ്വാനിയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്വാനി പറഞ്ഞു കേരളത്തിൽ ഇത്രയും നല്ല ഒരു ഭൂരിപക്ഷ വർഗീയ പാർട്ടിയായ CPM ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ BJP വളരുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. കേരളത്തിൽ എങ്ങനെയും ഭൂരിപക്ഷ പ്രീണനം നടത്തി കേരളത്തെ വിഭജിച്ച് 4 വോട്ട് എങ്ങനെയും കൈക്കലാക്കാമെന്നുള്ള CPM-ന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് സജി ചെറിയാന്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഈ സജി ചെറിയാനെ പോലെയുള്ള ഇതുപോലെ നിരുത്തരവാദപരമായി പ്രസ്താവിക്കുന്ന ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്ന മന്ത്രിമാരെന്നുള്ളതല്ല, അദ്ദേഹം ഒന്നൊരു പൊതുപ്രവർത്തകനായി കേരളത്തിൽ നിലകൊള്ളാൻ മാത്രം ഒരു യോഗ്യരല്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുക. സത്യത്തിൽ കേരളത്തിൻ്റെ സ്പീക്കറൊക്കെ എന്ത് നോക്കിയിരിക്കുക? കേരളത്തിലെ സ്പീക്കറൊക്കെ വലിയ എത്തിക്സ് പറയുന്ന ആളാണല്ലോ, എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങ് വിടുന്ന ആളാണല്ലോ. എന്തിയെ കേരളത്തിൻ്റെ സ്പീക്കർ AN ഷംസീറിന് സജി ചെറിയാന്റെ പ്രസ്താവന മനസ്സിലായില്ലേ? കേരളത്തിലെ സ്പീക്കർ AN ഷംസീറിന് സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്തിയെ എത്തിക്സ് ഇല്ലേ? കേരളത്തിലെ സ്പീക്കർക്ക് എത്തിക്സ് ഇല്ലേ? സജി ചെറിയാൻ ഒരു നോട്ടീസ് കൊടുക്കാൻ ഇതുപോലെ ഭരണഘടനയിൽ ഒപ്പിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കുന്ന ഇതുപോലെ വർഗീയ കാർഡ് ഇറക്കി കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രതിനിധിക്കെതിരെ ഒരു നോട്ടീസ് അയക്കാനോ എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനോ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താനെങ്കിലും കേരളത്തിൻ്റെ സ്പീക്കർക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ ഈ പ്രവൃത്തിക്കെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ്. ഒരു തരത്തിലുള്ള വർഗീയതയും ഈ കേരളത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ രാജ്യത്ത് വർഗീയത എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് കോൺഗ്രസ് ദുർബലമായപ്പോഴാണ് രാജ്യം വിഭജിക്കപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തെ വിഭജിക്കാനോ കേരളത്തെ വർഗീയമായി വെട്ടിക്കീറാനോ ഈ സജി ചെറിയാനെന്നല്ല, CPM എന്നല്ല, BJP എന്നല്ല, ഒരുത്തനെയും, ഒരു ന്യൂനപക്ഷ വർഗീയതക്കാരെയും ഒരു ഭൂരിപക്ഷ വർഗീയതക്കാരെയും കേരളത്തിൽ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്.